നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ മുക്കത്തുള്ള തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പം സെറ്റ് സാരിയും മുല്ലപ്പൊക്കെ ചൂടി ഇങ്ങനെ റീലൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് വന്നത് തന്നെ ഒന്നും അല്ല. കൂടെ എന്താ പറയുക, അമ്പലത്തിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ കുറച്ച് റീൽസൊക്കെ എടുക്കാം, പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ബാലുശ്ശേരിയൊക്കെ ഞാൻ ഇവിടുത്തെ കുറച്ച് മുമ്പ് കുറച്ച് റീൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നൊക്കെ ഞാൻ ബാലുശ്ശേരിയൊക്കെ പോയി നോക്കിയ സമയത്ത് അവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള സമയത്ത് ഞാൻ നല്ല റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉണങ്ങി കരിഞ്ഞു പോയി, എവിടെയും പച്ചപ്പ് ഹരിതാഭയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ഞാൻ മെയിനായിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരണമെന്ന് ആഗ്രഹിച്ചോടൊപ്പം തന്നെ ഇവിടെ ഒരു തൂക്കുപാലുണ്ട് കേട്ടോ. ആ തൂക്കുപാലത്തിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുക്കണം, കുറച്ച് റീലൊക്കെ എടുക്കണം, അങ്ങനെ സാരിക്ക് എങ്ങനെ പിടിച്ചിങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഭാഗ്യമില്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ റീല് കാണാനും വീഡിയോ കാണാനുള്ള ഭാഗ്യമല്ല. കാരണം എന്തെന്നാൽ അതാ കണ്ടോ, ആ പാലത് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ നിലം പതിച്ചു. എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാനിപ്പോൾ വന്ന് നോക്കിയപ്പോൾ, കാരണം എനിക്ക് തോന്നുന്നു ഞാനിവിടേക്ക് വന്നിട്ട് ഏകദേശം 6 മാസം 7 മാസം 8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഏതോ ഒരു കാലയളവിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതിനാണ് ഇത് പൊട്ടി വീണിരുന്നെങ്കിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ. അപ്പോൾ ഞാനേ ഈ ഒരു ആൽത്തറ കണ്ട സമയത്ത് നമ്മളെ ക്യാമറാമാൻ്റെ വായിന്ന് വീണൊരു പാട്ടാണേ അത്. അപ്പം ഞാൻ വെറുതെ അത് ഒന്ന് പാടി നോക്കിയതാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ വൈകിട്ട് വന്നിരിക്കാനും ഇവിടെ ശരിക്കും ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ എൻ്റെ കുറേ റീൽസുകൾ എടുത്ത സ്ഥലമായിരുന്നു കേട്ടോ. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. പിന്നെ മഴയൊക്കെ വന്നു, പിന്നെ വെയിൽ, അതായത് ഒരു 5 മണിക്കല്ലാതെ ഈ ഏരിയയിലേക്ക് വരാൻ പറ്റില്ല. 5 മണിക്ക് ശേഷം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെ ലൈറ്റും അതും ഇതൊക്കെ പോവുകയും ചെയ്യും. പിന്നെ എനിക്ക് കുറേ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെയൊക്കെ കാരണം കൊണ്ട് കുറേ വേണ്ടാന്ന് വെച്ച സ്ഥലമാണിത്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ആവശ്യം കൂടി വന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ആയി ഒരു അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്താ പറയുക, എല്ലാവരും കണ്ട ഭയങ്കരമായ സ്ഥലങ്ങൾ, അതായത് എല്ലാവരും കണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ പോയി അവിടെയൊക്കെ എപ്പോഴും പോകാമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള എന്നുവെച്ചാൽ പക്ക ഒരു നമ്മളെ നാട്ടും പ്രദേശം, എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാനിപ്പം എൻ്റെ മെയിൻ വീഡിയോ കൊണ്ട് വിചാരിക്കുന്നത്. ഈ പുഴ നിങ്ങൾക്ക് പരിചയം ഉണ്ടോയെന്ന് അറിയില്ല, പരിചയമുള്ള ആളുകളുണ്ടാവും. മറ്റേ നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴയാണ് കേട്ടോ. നമ്മുടെ BP മൊയ്തീൻ കാഞ്ചനമാലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുഴയാണ്. ഇത് ശിവൻ്റെ കട്ടൗട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കഴിഞ്ഞ കുറച്ച് മുമ്പായിട്ട് പിന്നെ ഇതുണ്ടായിരുന്നു, ഉത്സവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കട്ടൗട്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മൾ ഈ പുഴയുടെ അടുത്ത് നിന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കും, പ്രാർത്ഥിക്കും. നല്ല മഴ വരുന്നുണ്ട്, ഇടിവെട്ടുന്നുണ്ട്. ഇവിടെ എപ്പോഴും മഴയുണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഈ മുക്കം എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ടാണ് നമ്മൾ അധികം ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാത്തത്. നിർഭാഗ്യവശാൽ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പൊളിഞ്ഞു വീണുപോയ പാലത്തിന് പകരമായിട്ടതാ തൂക്കുപാലം ഉണ്ട്, അനുവദിച്ചിട്ടുണ്ട്. തൂക്കുപാലമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കുപാലത്തിൻ്റെ അടുത്ത് മുകളിൽ വീഡിയോ ഒക്കെ എടുക്കാം. ഇതുപോലെയുള്ള ചെറിയ സ്ഥലങ്ങളിലെ വീഡിയോസുമായിട്ടായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന, എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളായിരിക്കും എൻ്റെ വീഡിയോസിൽ അധികമായിട്ട് ഉണ്ടാവുക, സ്ഥലങ്ങളായിരിക്കും അധികമായിട്ട് ഉണ്ടാവുക. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കണം. അവിടെയുള്ള തൂക്കുപാലം പൊളിഞ്ഞു പോയി, ഇനിയൊരു തൂക്കുപാലം വരാൻ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ചതായിരിക്കും ഈ ഒരു
തൂക്കുപാലം, അല്ല ഈ ഒരു പാലം. അപ്പം ഇതുപോലെയുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ എത്രയും പെട്ടെന്ന് സാധിക്കുന്ന സ്ഥലത്തുള്ള വീഡിയോസുകളായിരിക്കും മിക്കവാറും എൻ്റെ വീഡിയോയിലുണ്ടായ, അതും മെയിനായിട്ട് കോഴിക്കോട് ജില്ലയിലുള്ള സ്ഥലങ്ങൾ. അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയക്കണം, കമൻറ്റൊക്കെ ഉണ്ടായിരിക്കണം, ഷെയർ ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഡേ. താങ്ക് യു.